ബിഗ് ബോസ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം അക്ബറും ആദിലയും എല്ലാവരും സംസാരിച്ചാണ് അനുമോളിനെ എങ്ങനെയെങ്കിലും അനുമോളുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരണം. അവൾ ചെയ്തതും പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാനിവിടെ പറഞ്ഞിട്ടേ പോകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദില മാസായിട്ട് കുറേ ഡയലോഗൊക്കെ അടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴെന്താണ് ഉണ്ടായത്? അനുമോളെയും കെട്ടിപ്പിടിച്ച് അവിടെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ചിരിച്ച് കളിച്ച് ഒക്കെ പറഞ്ഞ് പുറത്താകുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ശരിക്കും ഒരു നിലപാടിന്റെ കാര്യത്തിൽ ഒട്ടും വില്ലിങ് ആവാത്ത കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ ആദില. ആദിലയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു സമയത്ത് ഒരു രീതിയിലാണെങ്കിൽ മറ്റൊരു സമയത്ത് വേറൊരു രീതിയിലായിരിക്കും. അനുമോളുടെ അടുത്ത് ഒരുപാട് സ്നേഹം കാണിക്കും, പിന്നെ അനുമോളിനെ കുറ്റം പറയും, അത് കഴിഞ്ഞ് വീണ്ടും അനുമോളായിട്ട് ഒട്ടിച്ചേർന്ന് പോകും, എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും അനുമോളെ കുറ്റം പറയാൻ തയ്യാറാവും. ഇത് സീസൺ 7ന്റെ ഒരു പ്രത്യേകതയാണ്. ഒരു നിലപാടുള്ള രീതിയിലുള്ള ഒരു കണ്ടസ്റ്റന്റിനെ അവിടെ കാണാൻ വളരെയധികം കുറവായിരിക്കും. അനീഷിനെ പോലും പല രീതിയിൽ നമുക്ക് വെറുക്കുന്ന രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാതെ അവിടെയൊക്കെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആദിലയും അതുപോലെ തന്നെ അനീഷ് ആണെങ്കിലും അക്ബർ ആണെങ്കിലും അനുമോളുടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ പരസ്പരം സംസാരിച്ചുവെങ്കിലും ഈ ലാസ്റ്റ് ദിവസങ്ങളിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഇവിടെ ആർക്കും സാധിച്ചിട്ടില്ല. എല്ലാവരും സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. പിന്നെയും ഭേദമായിട്ട് RJ ബിൻസിയാണ് കുറച്ച് ഓളമൊക്കെ ഉണ്ടാക്കിയത്. പുറത്തെ PR വർക്കിനെ എല്ലാം പേടിച്ചുകൊണ്ടാണ് ഇവിടെ കണ്ടസ്റ്റൻസ് എല്ലാം ഇങ്ങനെ ഒതുങ്ങിപ്പോയതായിട്ട് എനിക്ക് തോന്നിയത്. ഒരു പക്ഷേ PR വർക്കുകൾ കാരണം ബിഗ് ബോസ് തന്നെ വെറുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും എന്ന് തോന്നുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാൻ നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.